السلام عليكم ورحمة الله تعالى وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين. أما بعد. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹിജറ പോവാണ്. നബി തങ്ങളുടെ ഹിജറ പോകുന്ന സംഗതികളൊക്കെ നമ്മൾ വിശദീകരിച്ചു. നബി തങ്ങൾ മദീനയിലേക്ക് എത്തുകയാണ്. മദീനയിൽ കുറേ ദിവസം വളരെ ക്ഷമയോടെ അക്ഷമരായി കാത്തിരുന്നതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വരവേൽക്കുന്നു. നബി തങ്ങൾ വരുന്നത് കാണുമ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തൻ്റെ ഷാൾ ഇങ്ങനെ മെല്ലെ നബി തങ്ങൾക്ക് തണലായിട്ട് കൊടുക്കുന്നു. അങ്ങനെ നബി തങ്ങൾ മദീനയിലേക്ക് വരുന്ന സമയത്ത് ഭയങ്കര സ്വീകരണവും വരവേൽപ്പും, എല്ലാവർക്കും ഭയങ്കര സ്നേഹവും വാത്സല്യമൊക്കെ ആയിട്ട് നബി തങ്ങളെ ത്വലഅൽ ബദറു അലൈന മിൻ സനിയാത്തിൽ വദാഇ അങ്ങനെ ഈരടികൾ പാടി സ്ത്രീകളും കുട്ടികളൊക്കെ ആയിട്ട് നബി തങ്ങളെ ഭയങ്കരമായിട്ട് വരവേറ്റു. അൻസാരികളുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ചില പ്രശ്നങ്ങൾക്ക്, ഔസ് ഹസറജ് ഗോത്രത്തിലുള്ള ചില പ്രശ്നങ്ങൾ, അങ്ങനത്തെ ചില പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം കൂടി പ്രതീക്ഷിക്കപ്പെട്ടിട്ടായിരുന്നു നബിതങ്ങളെ മദീനയിലേക്ക് കൊണ്ടുവരുന്നത്. അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്ന് ഹിജറക്കുള്ള സമ്മതം കിട്ടിയതോടു കൂടി തന്നെ പല സ്വഹാബിവര്യന്മാരും നബിതങ്ങൾക്ക് മുമ്പേ മദീനയിലേക്ക് എത്തിയിട്ടുണ്ട്. പിന്നെ നബിതങ്ങളും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മദീനയിലേക്ക് എത്തുകയാണ്. അങ്ങനെ മദീനയിലേക്ക് എത്തിയതിനു ശേഷം നബിതങ്ങൾ അബൂ അയ്യൂബുൽ അൻസാരി നബിതങ്ങളുടെ ഒട്ടകം പോയി അബൂ അയ്യൂബുൽ അൻസാരി തങ്ങളുടെ വീടിന് മുമ്പിൽ മുട്ടുകുത്തുന്നു. അങ്ങനെ ആദ്യമായിട്ട് നബിതങ്ങൾ മസ്ജിദുൻ നബവിക്കുള്ള ഒരു തറക്കല്ലിടൽ ശ്രമങ്ങളൊക്കെ നടത്തുന്നു. അവിടെ ഉണ്ടായിരുന്ന ബനു നജ്ജാർ, നബി തങ്ങളുടെ ഉമ്മാൻ്റെ കുടുംബക്കാരാണ് ബനു നജ്ജാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അവരിൽപ്പെട്ട രണ്ട് യതീമ്യങ്ങളായിട്ടുള്ള മക്കൾ, അവരുടെ ഒരു ഭൂമി, അവരുടെ ഒരു മെതിക്കളം പോലുള്ള ഒരു സ്ഥലം. അപ്പോൾ അവിടെ നബി തങ്ങൾ അത് ചോദിക്കുന്നു. അവർ പറഞ്ഞു അവർ നബി തങ്ങൾ കോശാനമായി തരാൻ തയ്യാറാണെന്ന് പറഞ്ഞപ്പോൾ നബി തങ്ങൾ ഒരിക്കലും അങ്ങനെ അതിനെ സമ്മതിക്കാതെ നബി തങ്ങൾ അവരിൽ നിന്ന് പണം കൊടുത്തിട്ട് തന്നെ അവരിൽ നിന്ന് ആ ഭൂമി വാങ്ങുക, അങ്ങനെ മസ്ജിദുൻ നബവിക്കുള്ള തറക്കല്ലിടുന്നു. അങ്ങനെ ആ ഒരു സമയത്താണ് ആദ്യമായിട്ട് മുസ്ലിം സമുദായത്തിനെ കെട്ടിപ്പടുക്കാനുള്ള ശ്രമങ്ങളൊക്കെ, ഊർജിതമായ ശ്രമങ്ങളൊക്കെ നടക്കുന്നത്. അതായത് കിബില ഖുദ്സിൽ നിന്ന് കഅബയിലേക്ക് തിരിക്കുന്നു. അതുപോലെ ബാങ്ക്, ശരീഅത്ത് നിലക്ക് ബാങ്ക് തീരുമാനിക്കപ്പെടുന്നു. പല സ്വഹാബാക്കളും സ്വപ്നം കണ്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ബാങ്ക്, ഇതൊക്കെ ഹിജറ ഒന്നാം വർഷമൊക്കെ ആയിട്ട് നടക്കുന്ന കാര്യങ്ങളാണ്. ബാങ്ക് ഇതാകുന്നു. അതുപോലെ അൻസാരികൾക്കും മുഹാജിരികൾക്കും ഇടയിലുള്ള സാഹോദര്യ ബന്ധം അത് നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള നബിതങ്ങളുടെ ഭയങ്കരമായിട്ടുള്ള ശ്രമങ്ങൾ. അൻസാരികളും തന്നെ പൂർണ്ണമായിട്ടും ഡെഡിക്കേറ്റീവായിട്ട് സ്വഹാബാക്കൾ മുഹാജിരിങ്ങളോട് എല്ലാ തരത്തിലുമുള്ള അവരോട് സഹവർത്തിത്തോടു കൂടിയിട്ട് തൻ്റെ സ്വത്തിൻ്റെ 2/3 ഭാഗം, 1/3 ഭാഗം, 1/4 ഭാഗം, അങ്ങനെ പലതരത്തിലും കൊടുത്തുകൊണ്ട് മുഹാജിരികളെ സഹായിക്കാനും അൻസാരികൾ തയ്യാറായിരുന്നു. അങ്ങനെ എല്ലാം കൊണ്ടും മദീനയിലേക്ക് എത്തിയതിനു ശേഷം യസ്രിബ് എന്ന് പേര് ഉണ്ടായിരുന്ന മദീനയിലേക്ക് പിന്നീട് നബിതങ്ങൾ മദീന എന്ന പേരിലേക്ക് മാറ്റുന്നു. അങ്ങനെ മദീനയിലേക്ക് എത്തിയതിനു ശേഷം മുസ്ലിം സമുദായത്തിൻ്റെ ഒരു വളർച്ച മെല്ലെ മെല്ലെ തുടങ്ങുകയാണ്. ഈ വളർച്ചൻ്റെ ഒന്നാമത്തെ ഘട്ടമാണ് ബദർ യുദ്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതായത് ഖുറൈശികളുടെ ഭാഗത്ത് നിന്ന് ചെറിയ തരത്തിലുള്ള അക്രമങ്ങളൊക്കെ നബിതങ്ങൾ മദീനയിലാണെങ്കിലും ഉണ്ട്. എന്നാൽ മദീനയിലെ അഖബ ഉടമ്പടി നമ്മൾ സൂചിപ്പിച്ചിട്ടില്ലെങ്കിലും അഖബ ഉടമ്പടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൻസാരികളിൽപ്പെട്ട ചിലർ നബിതങ്ങൾ മദീനയിലേക്ക് എത്തുന്നതിന് മുമ്പ് തങ്ങളുടെ സംരക്ഷണമൊക്കെ ഏറ്റെടുക്കാമെന്ന് പറഞ്ഞിട്ട് മക്കയിൽ പോയിട്ട് നബിതങ്ങളെ കണ്ട് അവർ കരാറിൽ ഒപ്പിട്ട കാര്യമാണ് അഖബ ഉടമ്പടി 1ഉം 2ഉം ഒക്കെ. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഭാഗമായിട്ട് നബിതങ്ങൾക്ക് എന്ത് പ്രയാസം ഉണ്ടെങ്കിലും അതിനെയൊക്കെ തരണം ചെയ്യാൻ നബിതങ്ങളുടെ മുമ്പിൽ നിന്ന് നബിതങ്ങളെ തൊട്ട് പ്രതിരോധിക്കാനൊക്കെ ആയിട്ട് അന്ന് മുസ്ലിങ്ങളിലെ അൻസാരികളിൽ പലരും പൂർണ്ണമായിട്ടും എല്ലാം കൊണ്ടും തീരുമാനിച്ചുറപ്പിച്ച് നിൽക്കുകയാണ്. അങ്ങനെ പല കാര്യങ്ങളും, റമദാൻ മാസത്തിലുള്ള നോമ്പ് നിർബന്ധമാകുന്നത്, ജുമുഅ നടക്കുന്നത്, ഖുബാ മസ്ജിദ് ഉണ്ടാക്കുന്നത്, അങ്ങനത്തെ പല കാര്യങ്ങളും നബിതങ്ങൾ മദീനയിൽ വന്നതിന് ശേഷം നടക്കുകയാണ്. പിന്നെ ബദർ യുദ്ധത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഹിജറ 2ാം വർഷം റമദാൻ 17-ന് ഒരു വെള്ളിയാഴ്ച, നമ്മളൊക്കെ ഇന്ന് അതുമായി ബന്ധപ്പെട്ട ആണ്ടും കാര്യങ്ങളൊക്കെ നടത്താറുണ്ട്. അപ്പോൾ ബദർ യുദ്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രക്കും നബിതങ്ങളുടെ ജീവിതത്തിൽ പല യുദ്ധങ്ങളും അതിനുശേഷം നടക്കുന്നുണ്ട്. അതിനുശേഷം ഇങ്ങനെ ഉഹുദ്, ഖന്തക്ക്, ഖൈബർ, മൂഅത്ത, ഹുനൈൻ, അങ്ങനെ പലതും നടക്കുന്നുണ്ടെങ്കിലും എന്തുകൊണ്ട് ബദർ യുദ്ധത്തിന് ഇത്ര പ്രാധാന്യം എന്ന് ചോദിച്ചാൽ പലതാണ് അതിൻ്റെ കാരണങ്ങൾ. ഒന്ന്, 313 സ്വഹാബാക്കളും വെറും 2 കുതിരകളും 70 ഒട്ടകങ്ങളുള്ള ഒരു ചെറിയ മുസ്ലിം സൈന്യം 1000-ഓളം വരുന്ന ഒരു സൈന്യത്തിനെ നേരിടാൻ പോവുകയാണ്. അതും ഒന്നും ഉറപ്പായിട്ടില്ല. അതായത് ആ യുദ്ധത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലെങ്ങാനും മുസ്ലിങ്ങൾ തോറ്റാൽ പിന്നെ ലാ തുഅബദു ഫീഹി യാ അല്ലാഹ്, പഠിച്ചോനെ നിങ്ങൾ പിന്നെ ആരാധിക്കപ്പെടൂല എന്ന് നബിതങ്ങൾ കരഞ്ഞ് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നതൊക്കെ ബദർ യുദ്ധത്തിന് മുമ്പാണ്. അപ്പോൾ ഇങ്ങനെ എല്ലാം കൊണ്ടും മുസ്ലിം സമുദായത്തിൻ്റെ
മുസ്ലിം സമുദായത്തിൻ്റെ നിലനിൽപ്പിൽ വളരെ നിർണായകമായ പങ്കുവഹിച്ചിട്ടുള്ള ഒരു യുദ്ധം എന്നുള്ള നിലക്ക് അങ്ങനെ ബദർ യുദ്ധം അരങ്ങേറണം. അതായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബദർ യുദ്ധത്തിൻ്റെ ഒരു പശ്ചാത്തലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അബൂ സുഫിയാൻ ബിൻ ഹർബ് ഖുറൈശികളുടെ വലിയൊരു പൗരപ്രമുഖനാണ് അബൂ സുഫിയാൻ ബിൻ ഹർബ്. അബൂ സുഫിയാൻ ഷാമിൽ നിന്ന് ഖുറൈശികളുടെ പലരുടെയും കച്ചവട ചരക്കുകൾ, അവരുടെ ലാഭങ്ങൾ ഇതൊക്കെ കൊണ്ട് ഇങ്ങനെ വലിയൊരു യാത്രാ സംഘത്തിൽ അബൂ സുഫിയാൻ്റെ നേതൃത്വത്തിൽ ഇങ്ങനെ ഷാമിൽ നിന്ന് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഏതായാലും യുദ്ധം ചെയ്യാനുള്ള സമ്മതം നബി തങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. കുറേ പ്രശ്നങ്ങൾ നേരിട്ടതിന് ശേഷം അതിനുശേഷം ചെറിയ ചെറിയ യുദ്ധങ്ങളൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ ബദറിന് മുമ്പ്. അതായത് അബവാ യുദ്ധം, നബി തങ്ങൾ ആദ്യമായിട്ടുള്ള നബി തങ്ങളുടെ യുദ്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അബവാ യുദ്ധമാണ്. ഈ അബവാ യുദ്ധം നബി തങ്ങൾ ഹർബുൽ ഫിജാർ എന്നൊക്കെ പറയലുണ്ടെങ്കിലും ഹർബുൽ ഫിജാർ നബി തങ്ങൾ സാക്ഷിയായ ആദ്യത്തെ യുദ്ധമാണ്. അതായത് കണ്ടിട്ടുണ്ട്. അല്ലെങ്കിൽ വസുവത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാളുകൊണ്ട് നബി തങ്ങൾ പോരാടിയ ആദ്യത്തെ യുദ്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വസുവത്ത് അബവാ ആണ്. അപ്പോൾ ഏതായാലും നമുക്ക് ഇങ്ങോട്ട് വരാം. അപ്പോൾ അബൂ സുഫിയാൻ ബിൻ ഹർബ് ഇങ്ങനെ ഷാമിൽ നിന്ന് വരുന്നുണ്ട് എന്ന് അറിഞ്ഞ നബി തങ്ങൾ അൻസാരികളോടും മുഹാജിറുകളോടും ചർച്ച ചെയ്തു. അങ്ങനെ ആ ഒരു ചരക്കുകളൊക്കെ കൊള്ളയടിക്കാം എന്നുള്ള ലക്ഷ്യമെടുത്തു. അതായത് ഒരു കൊള്ളയടിക്കലല്ല, അത് കുറേ കാലങ്ങളായിട്ട് നീണ്ടു നിന്നിരുന്ന പീഡനങ്ങൾക്കുള്ള ഒരു പ്രതിരോധ വലയം തീർക്കൽ എന്നുള്ളതായിരുന്നു അതിൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അങ്ങനെ ഒരു തീരുമാനം നബി തങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് എന്ന് അബൂ സുഫിയാൻ അറിഞ്ഞു. പെട്ടെന്ന് തന്നെ അബൂ സുഫിയാൻ കത്തയക്കാണ് ഖുറൈശികളിലേക്ക്. മക്കയിലേക്ക് അബൂ സുഫിയാൻ എത്തിയിട്ടില്ല. ഇനിയും അബൂ സുഫിയാൻ കുറേ വഴികൾ താണ്ടാനുണ്ട്. അതും വലിയൊരു യാത്രാ സംഘം, അതിൽ കുറേ സ്വത്തുകളുണ്ട്, പലരുടെയും ചരക്കുകളും ലാഭവിധങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ഉണ്ടായിട്ടും അബൂ സുഫിയാൻ ഒറ്റയ്ക്ക് പോകുന്നത് എന്ത് എന്നുള്ള ചോദ്യമല്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അബൂ സുഫിയാൻ അത്രത്തോളം ഖുറൈശികളുടെയും മറ്റു കബീലകൾക്കിടയിലൊക്കെ വലിയ ഒരു പ്രമാണിയായിട്ടുള്ള മനുഷ്യനായിരുന്നു. അതായത് പലതരത്തിലും പലയിടത്തും സ്വാധീനമുള്ളൊരു മനുഷ്യനായിരുന്നു അബൂ സുഫിയാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അബൂ സുഫിയാൻ പെട്ടെന്ന് കത്തയക്കാണ് ഖുറൈശികളിലേക്ക്. ഇങ്ങനെ മുഹമ്മദ് തങ്ങൾക്കെതിരെ യുദ്ധം ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. ഖുറൈശികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം കൊണ്ടും തങ്ങളിൽ നിന്നും മണ്ടിപ്പോയ ഭീതിതനായി ഇനി മുഹമ്മദ് ഒരിക്കലും വളരുതെന്ന് അവർ പലപ്പോഴും ആശിച്ചപ്പോൾ മുഹമ്മദ് ഹിജറ പോകുന്നു. ഹിജറ പോയിട്ട് മദീനയിൽ നല്ലൊരു സമുദായം കെട്ടിപ്പടുക്കുന്നുണ്ടെന്ന് അറിഞ്ഞ് എല്ലാം കൊണ്ടും നബിതങ്ങളോട് അസൂയ പൂണ്ട് നിൽക്കുന്ന ഒരു സമയമാണ് ഖുറൈശികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ നബിതങ്ങളെ കാട്ടാൻ, നബിതങ്ങളെ ആക്രമിക്കാൻ ഒരു അവസരം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ പൂർണ്ണമായിട്ട് 100% ഉപയോഗപ്പെടുത്താനുള്ളൊരു സാഹചര്യത്തിലാണുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അബൂ സുഫിയാൻ്റെ കത്തിന് എല്ലാം കൊണ്ടും പൂർണ്ണ സപ്പോർട്ട് അറിയിച്ചിട്ട് ഖുറൈശികൾ 1000 പേരും കുറേ ഒട്ടകങ്ങളും കുറേ കുതിരകളൊക്കെ ആയിട്ട് ഇവർ യുദ്ധത്തിന് തിരിക്കുകയാണ്. ഈ വിഷയം നബിതങ്ങൾ അറിയാണ്. ദൂതന്മാർ, ചാരന്മാർ വഴിയൊക്കെ ഇങ്ങനത്തെ വിഷയങ്ങൾ അറിയും. അപ്പോൾ നബിതങ്ങൾ അറിയാണ് ഖുറൈശി ഗോത്രക്കാർ പൗരപ്രമുഖരുടെ നേതൃത്വത്തിൽ വളരെ വലിയ യുദ്ധക്കോപ്പുകളും സന്നാഹങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ടെന്ന് നബിതങ്ങൾ അറിഞ്ഞു. നബിതങ്ങൾ അൻസാരികളോടും മുഹാജിറുകളും ചർച്ച നടത്തി. അങ്ങനെ അൻസാരികളിലുള്ള സഅദ് ബിൻ മുആദുള്ളാനൊക്കെ ഉണ്ട്. അന്ന് സഅദ് ബിൻ മുആദുള്ളാനൊക്കെ എന്തായാലും യുദ്ധം ചെയ്യണം എന്നുള്ള അഭിപ്രായക്കാരനായിരുന്നു. ഭയങ്കരമായിട്ട് നബിതങ്ങൾ അൻസാരികളുടെ ഭാഗത്തുനിന്ന് നബിതങ്ങളോട് സംസാരിച്ച് നബിതങ്ങളോട് എന്തായാലും യുദ്ധം ചെയ്യണം എന്നുള്ള അഭിപ്രായം. അങ്ങനെ അതൊക്കെ കണക്കിലെടുത്തിട്ട് നബിതങ്ങൾ യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ട് തീരുമാനിക്കുന്നു. അങ്ങനെ ബദർ യുദ്ധത്തിനുള്ള ഒന്നാമത്തെ കാരണം അവിടെ വരികയാണ്. പിന്നെ മുസ്ലിങ്ങളും കാഫിര്യങ്ങളുള്ള എണ്ണത്തിൻ്റെ വ്യത്യാസം നമ്മൾ പറഞ്ഞു. മുസ്ലിങ്ങൾ വെറും 313 സ്വഹാബാക്കൾ, 313 15 അഭിപ്രായങ്ങളുണ്ട്. 313 പ്രബല അഭിപ്രായം നമ്മളൊക്കെ കേട്ടതനുസരിച്ച്. അപ്പോൾ 313 സ്വഹാബാക്കളും 2 കുതിരകളും 70 ഒട്ടകങ്ങളുമാണുള്ളത്. എന്നാൽ ഖുറൈശികളുടെ ഭാഗത്തേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 1000 ആളുകളുണ്ട്. എണ്ണമറ്റ കുതിരകളും ഒട്ടകങ്ങളൊക്കെ ഉണ്ട്. പിന്നെ മുസ്ലിങ്ങളുടെ മൊത്തത്തിലുള്ള കൊടി ഏറ്റെടുത്തിരുന്നത് നബിതങ്ങൾ മുസാബ് ബിൻ ഉമൈർ തങ്ങൾക്കാണ്. പിന്നെ അൻസാരികളുടെ കൊടി സഅദ് ബിൻ മുആദ് റളിയല്ലാഹുവിനും അതുപോലെ മുഹാജിറുകളുടെ കൊടി അലി റളിയല്ലാഹുവിനും കൊടുക്കുകയാണ്. അങ്ങനെ യുദ്ധത്തിനുള്ള കാര്യങ്ങളൊക്കെ ആയി. അപ്പോൾ അബൂ സുഫിയാനും അറിഞ്ഞു ഖുറൈശികൾ അബൂ സുഫിയാൻ്റെ താല്പര്യപ്രകാരം, കത്ത് പ്രകാരം ഖുറൈശികൾ തീരുമാനിച്ചിറങ്ങി. ഖുറൈശികൾക്കെതിരെ യുദ്ധസന്നാഹങ്ങളുമായിട്ട് നബിതങ്ങളും തീരുമാനിച്ചിറങ്ങിയിട്ടുണ്ടെന്ന് അബൂ സുഫിയാൻ അറിഞ്ഞ പാടെ അബൂ സുഫിയാൻ പെട്ടെന്ന് യാത്രൻ്റെ ദിശ മാറ്റി പെട്ടെന്ന് തന്നെ ഒരു കടൽ തീരത്തേക്ക് പോവുകയാണ്. അതായത് ഇതിൽ നിന്ന് നിർഭയനാവാന്നുള്ള ആൾക്ക് അബൂ സുഫിയാൻ പെട്ടെന്ന് തന്നെ ഒരു സേഫ് സോണിലാവാന്നുള്ള ആൾക്ക് അബൂ സുഫിയാൻ ഒരു കടൽ തീരത്തേക്ക് പോകുന്നു. അബൂ സുഫിയാൻ ഖുറൈശികളിലേക്ക് കത്തയക്കാണ്. ഞങ്ങളിപ്പോൾ സേഫാണ്, നിലവിൽ പ്രശ്നങ്ങളൊന്നും ഇല്ലാനുള്ള ആൾക്ക് അബൂ സുഫിയാൻ ഖുറൈശികൾക്ക് കത്തയക്കുന്നു. അതായത് യാതൊരു പ്രശ്നങ്ങളും ഇല്ല, ഇനി യുദ്ധത്തിൻ്റെ ഒരു ആവശ്യം ഇല്ലാനുള്ള ആൾക്ക് അബൂ സുഫിയാൻ ഖുറൈശികൾക്ക് കത്തയച്ചു എന്നുണ്ടെങ്കിലും അബൂജഹലിനെ പോലുള്ള പലർക്കും യുദ്ധത്തിൽ നിന്ന് പിരിഞ്ഞു പോകാൻ താല്പര്യമില്ലായിരുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നബിതങ്ങളെ എങ്ങനെയെങ്കിലും വധിക്കണം, മുഹമ്മദ് ഒരിക്കലും വളരരുത്, മുഹമ്മദിൻ്റെ മതം ഒരിക്കലും ഈ ലോകത്ത് വളർന്നു വരരുത് എന്നുള്ള ബദ്ധവൈരികളായിട്ടുള്ള പല അബൂജഹലിനെ പോലുള്ള ശത്രുക്കളും കൂടിയിട്ട് എന്തായാലും ബദറിന് പോകാൻ തന്നെ തീരുമാനിക്കുന്നു.
അങ്ങനെ നബിതങ്ങളാണ് ആദ്യം ബദർ യുദ്ധത്തിൻ്റെ ഭൂമിയിലേക്ക് എത്തുന്നത്. അവിടെ ഒരു കിണറുണ്ട്. ആ കിണറൊക്കെ ആദ്യം മുസ്ലിങ്ങളാണ് പിടിക്കുന്നത്. കിണർ കൊണ്ട് പല സഹായങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെ ആ ഭൂമികയിലേക്ക് എത്തുന്നു, കിണർ പിടിക്കുന്നു. പിന്നെ അതുപോലെ തന്നെ യുദ്ധഭൂമികയിലേക്ക് ഇറങ്ങിയിട്ട് മൊത്തം ഇങ്ങനെ നോക്കുന്നു. അന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മഴ ഇറക്കുന്നുണ്ട്. അന്ന് അള്ളാഹ് അതൊക്കെ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അന്ന് ആ മഴ മുസ്ലിങ്ങൾക്കൊരു നുസ്രത്ത്, ഒരു സഹായമായിട്ടും മുശ്രിക്കീങ്ങൾക്കൊരു അദാബായിട്ടുമാണ് ആ മഴ ഉണ്ടായിരുന്നത് എന്നുള്ളതാണ്. അങ്ങനെ മുസ്ലിങ്ങൾക്ക് മണലൊക്കെ ഒന്ന് ഉറച്ച് ശക്തി കിട്ടാനും എല്ലാം കൊണ്ടും ഒരു സഹായം, ഒരു റീഫ്രഷ്മെൻറ്റ്, അതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് ആ ഒരു മഴ ഉള്ളത്. അപ്പോൾ ഏതായാലും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സഹായത്തോടൊക്കെ കൂടിയിട്ട് അന്നത്തെ മലക്കുകളെയും ഒക്കെ ഇറക്കിയിട്ട് അന്ന് ബദർ യുദ്ധത്തിൽ മുസ്ലിങ്ങൾക്ക് വലിയൊരു വിജയം കിട്ടുന്നതൊക്കെ അങ്ങനെയാണ്. ഏതായാലും ഇങ്ങോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അന്ന് രാത്രി ഇങ്ങനെ പോയിട്ട് യുദ്ധഭൂമിയിലായിട്ട് ഇങ്ങനെ നോക്കിയിട്ട് നബി തങ്ങൾ ഇങ്ങനെ ഓരോ സ്ഥലങ്ങളായിട്ട് പറയുന്നുണ്ട്. ഇവിടെ ഇന്നയാൾ മരിക്കുന്നു, ഇവിടെ ഇന്നയാൾ മരിക്കും. അങ്ങനെ ഓരോ സ്ഥലങ്ങൾ നബി തങ്ങൾ ഇങ്ങനെ സൂചിപ്പിക്കുന്നു. അങ്ങനെ മുസ്ലിങ്ങളൊക്കെ എല്ലാം കൊണ്ടും ഒരുങ്ങുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കൊരു തമ്പ് കിട്ടിയിരുന്നു. നബി തങ്ങൾ അവിടെ പോയിട്ട് ഭയങ്കര ദുആ. നബി തങ്ങൾ അള്ളാഹുവിന് മുമ്പിൽ പടച്ചോനെ, ഇന്ന് നാളെ ഒരിക്കലും ഞങ്ങളതിന് സഹായിച്ചിട്ടില്ലാണ്ടുണ്ടെങ്കിൽ പിന്നെ ഒരിക്കലും ആരാധിക്കപ്പെടില്ലാന്നുള്ള അയാൾക്ക് പടച്ചോനെ, ഇജ് തന്ന വായതാണ്, ഇജ് തന്ന കരാറാണ്, ഇതെന്തായാലും പാലിക്കണം എന്നുള്ള അയാൾക്ക് പടച്ചോനോട് ഭയങ്കര ദുആ. അബൂബക്കർ സിദ്ദീഖ് സൈഡിൽ ഇങ്ങനെ നബി തങ്ങളെ നോക്കി നിൽക്കുകയാണ്. തങ്ങളെ കണ്ടിട്ട് തങ്ങളോടുള്ളൊരു വാത്സര്യവും തങ്ങളോടുള്ളൊരു സ്നേഹവും തങ്ങൾക്ക് ഈ ഒരു ഇസ്ലാം അള്ളാഹുവിൻ്റെ കെലിമത്ത് ഉയർത്തിപ്പിടിക്കാനുള്ള തങ്ങളുടെ ആവേശം കണ്ടിട്ട് പകച്ചു നിൽക്കുകയാണ് അബൂബക്കർ സിദ്ദീഖ്. അപ്പോൾ തങ്ങളെ സഹായിക്കാനുള്ള ഒരു സ്വന്തം സാഹചര്യമുള്ള അബൂബക്കർ സിദ്ദീഖ് ഈ ദുആയിൽ നബി തങ്ങളോടൊപ്പം കൂടുന്നു. അങ്ങനെ വളരെ വൈകാരികമായിട്ടുള്ള കുറേ സംഭവങ്ങൾക്കൊക്കെ ശേഷം ബദർ യുദ്ധത്തിൽ മുസ്ലിങ്ങൾ ഇരു സംഘങ്ങളും ചേരുന്നു. അങ്ങനെ ബദർ യുദ്ധത്തിൽ ആദ്യം ഒരു ദ്വന്ദ്വയുദ്ധം നടക്കും. അതായത് എല്ലാ യുദ്ധത്തിലുള്ളത് പോലെ തന്നെ ഇരു സംഘങ്ങളിൽ നിന്നും ദ്വന്ദ്വയുദ്ധങ്ങൾ നടക്കും. രണ്ട് സൈന്യത്തിൽ നിന്നും 3 യോദ്ധാക്കൾ മുന്നോട്ട് വരുന്നു. അതായത് ആദ്യം ഖുറൈശികളുടെ ഭാഗത്ത് നിന്ന് ഉത്ബത്ത് ബിൻ റബിയ, അയാളുടെ സഹോദരനായിട്ടുള്ള ഷൈബത്ത് ബിൻ റബിയ, ഈ ഉത്ബത്ത് ബിൻ റബിയത്തിൻ്റെ മകനായിട്ടുള്ള വലീദ് ബിൻ ഉത്ബ, ഇവർ 3 പേരും മുന്നോട്ട് വരുന്നു. ഞങ്ങളെ പോരാടാൻ മാത്രം പോകുന്ന ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുന്നു. മുസ്ലിങ്ങളുടെ ഭാഗത്തുനിന്ന് കുറച്ച് അൻസാരികൾ മുന്നോട്ട് വരുന്നു. പക്ഷേ അൻസാരികളായതുകൊണ്ട് തങ്ങളുടെ പ്രപിതാക്കന്മാരുടെ മക്കളല്ലാത്തത് കൊണ്ടും അവർ പറഞ്ഞു, ഞങ്ങളുടെ പിതാമഹന്മാരിലുള്ളവർ തന്നെ വേണം. അതായത് മുഹാജിരികളാണ് അവർ ഉദ്ദേശിച്ചത്. ഏതായാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ഇത് കേട്ടപാടെ അൻസാരികൾ മുഹാജിരികളുടെ തന്നെ മുതിർന്ന ഒരു നേതാവായിട്ടുള്ള മുത്തലിബിൻ്റെ മകനായിട്ടുള്ള ഉബൈദ് ബിൻ ഹാരിസ്, മുത്തലിബിൻ്റെ പേരക്കുട്ടിയായിട്ടുള്ള ഉബൈദ് ബിൻ ഹാരിസിനെ നബിതങ്ങൾ വിളിക്കുന്നു. ഉബൈദ് ബിൻ ഹാരിസ്, അതുപോലെ തന്നെ ഹംസ റളിയല്ലാഹു, നബിതങ്ങളുടെ പിതൃവിനായിട്ടുള്ള ഹംസ റളിയല്ലാഹു, അതുപോലെ അലി റളിയല്ലാഹു, ഇവരെ 3 പേരെയും വിളിച്ചിട്ട് നബിതങ്ങൾ പറയാണ്, നിങ്ങൾ പോയിക്കോളൂ, യുദ്ധം ചെയ്തോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ മുന്നിൽ പോയിട്ട് ഇവർ 3 പേര് നിന്നു. ഇതിൽ ഉത്ബയെ നേരിട്ടിരുന്നത് ഉബൈദ് ബിൻ ഹാരിസ് ആണ്. ഹംസ റളിയല്ലാഹു അൻഹു ഷൈബയോടും അലി റളിയല്ലാഹു അൻഹു വലീദ് ബിൻ ഉത്ബയോടുമാണ് പോരാട്ടം നടത്തിയത്. ഏതായാലും ഹംസ റളിയല്ലാഹു അൻഹും അലി റളിയല്ലാഹു അൻഹും ഇതിൽ തങ്ങളുടെ എതിരാളികളെ പെട്ടെന്ന് തന്നെ വകവരുത്തി. എന്നാൽ ഉബൈദ് ബിൻ ഹാരിസ് തങ്ങൾക്ക് അന്ന് പ്രായമായതുകൊണ്ട്, ഭയങ്കര പ്രായമുള്ള മനുഷ്യനാണ്. ഏതായാലും അങ്ങനത്തെ ചില കാരണങ്ങൾ കൊണ്ട് ഇവർ 2 പേരും നല്ല കുറേ നേരം സംഘടന നടക്കുന്നു. അങ്ങനെ 2 പേരെയും വെട്ടി വീഴ്ത്താണ്, 2 പേരും നിലംപതിക്കാണ്. അപ്പോൾ ഇത് കണ്ടിട്ട് ഹംസ റളിയല്ലാഹു അലി റളിയല്ലാഹു ചാടി വന്നിട്ട് പെട്ടെന്ന് തന്നെ വന്നിട്ട് ഉത്ബയെ വകവരുത്തുന്നു. ഉബൈദ് ബിൻ ഹാരിസ് തങ്ങളെ പെട്ടെന്ന് അവർ പൊക്കി നേരെ കൊണ്ടുപോവാണ് എന്തെങ്കിലുമൊക്കെ ചികിത്സിക്കാൻ വേണ്ടിയിട്ട്. എന്നാൽ അദ്ദേഹം മുറിവേറ്റത് കൊണ്ട് അദ്ദേഹം അങ്ങനെ ബദർ യുദ്ധത്തിൽ ഷഹീദാവുകയാണെന്നുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ പലരും അങ്ങനെ ഈ അബൂജഹൽ വധിക്കപ്പെടുന്ന കഥാണ് ഇതിലാണെന്ന് പറഞ്ഞല്ലോ. അതായത് അബ്ദുറഹ്മാൻ ബിൻ ഔഫ് തങ്ങളുടെ ഒരു ഹദീസിൽ കാണാം അദ്ദേഹം ഇങ്ങനെ പറയുന്നത്. അദ്ദേഹത്തിൻ്റെ സഹോദരപുത്രന്മാർ 2 പേര് വന്നിട്ട് സഹൽ സുഹൈൽ എന്നാണ് അവരുടെ പേര് എന്നാണ് പറയപ്പെടുന്നത്. ഏതായാലും ഇവർ 2 പേരും അബ്ദുറഹ്മാൻ ബിൻ ഔഫ് തങ്ങളോട് ചോദിക്കുന്നു, ഇവിടെ അബൂജഹൽ എവിടെ? അങ്ങനെ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് കാണിച്ചു കൊടുക്കുന്നു. ഇവർ 2 പേരും പാടി പോയിട്ട് അബൂജഹലിനെ വധിക്കുന്നു. അങ്ങനെ അബൂജഹലും ആ യുദ്ധത്തിൽ കൊല്ലപ്പെടുകയാണ്. അങ്ങനെ ഭയങ്കരമായിട്ടുള്ളൊരു യുദ്ധത്തിന് ശേഷം വന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല വലഖദ് നസറക്കുമുല്ലാഹു ബിബദരിൻ വഅൻതും അതില്ല, ഒന്നും കഴിയാത്തിടത്ത് നമ്മുടെ സഹായം ഇറങ്ങി എന്നുള്ള നിലക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകളെ വെച്ചിട്ടും ഒരു മഴയിലൂടെയുമൊക്കെ ആയിട്ട് അള്ളാഹുവിൻ്റെ സഹായത്തോട് കൂടിയിട്ട് നിർണായകമായിട്ടുള്ള ആ ഒരു യുദ്ധത്തിൽ മുസ്ലിങ്ങൾക്ക് വൻ വിജയം കരസ്ഥമായി. അങ്ങനെ മുസ്ലിങ്ങൾ വിജയശ്രീലാളിതരായിട്ട് കാബയിലേക്ക്, മദീനയിലേക്ക് തിരിച്ചു പോരുന്നു. ഇത് കണ്ടിട്ട് ഇതിന് ഭയങ്കര സ്വാധീനമുണ്ട്. അതായത് ശത്രുക്കളുടെ മനസ്സിൽ ആദ്യമായിട്ട് നബിതങ്ങളോടുള്ള ഒരു പേടി വരുന്നതും മുഹമ്മദിൻ്റെ പിന്നിൽ എന്തോ ഒരു അദൃശ്യ ശക്തി ഉണ്ടെന്ന് മനസ്സിലാക്കുന്നതും. അതിന് നബിതങ്ങൾ ഏകദേശം 70 മുഷ്രിക്കീങ്ങൾ അതിൽ കൊല്ലപ്പെടുന്നുണ്ട്. മുഷ്രിക്കീങ്ങളുടെ ഭാഗത്ത് നിന്ന് 70 പേര് കൊല്ലപ്പെടുന്നു, 70 പേര് ബന്ദികളാക്കപ്പെടുന്നു. എന്നാലും മുസ്ലിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഖുറൈശികളുടെ നിന്ന് 6 മുസ്ലിങ്ങളാണ് ഷഹീദാകുന്നത്. അതുപോലെ തന്നെ അൻസാരികളുടെ ഭാഗത്ത് നിന്ന് 8 മുസ്ലിങ്ങളാണ് ഷഹീദാകുന്നത്. ഏതായാലും ഈ 70 ബന്ദികളെ ഫിദാ കൊടുത്തു കഴിഞ്ഞാൽ, അതായത് എന്തെങ്കിലും മോചനദ്രവ്യങ്ങൾ എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ ഇവരെ വെറുതെ വിടുന്നുള്ള ഒരു നിലക്കാണുള്ളത്. ഫിദാ എന്നാണ് ഇനി പറയാം. അപ്പോൾ ചിലർക്കൊന്നും അങ്ങനെ പൈസയായിട്ട് അല്ലാണ്ടുണ്ടെങ്കിൽ തൻ്റെ കയ്യിൽ സ്വത്തൊന്നും ഇല്ലാത്തവരെ
തങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട അൻസാരികൾക്ക് എന്തെങ്കിലുമൊക്കെ പഠിപ്പിച്ചു കൊടുത്തു കഴിഞ്ഞാൽ വെറുതെ വിടാം എന്നുള്ള നിലക്കൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ എല്ലാം കൊണ്ടും ബദർ യുദ്ധത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സഹായത്തോട് കൂടിയിട്ട് മുസ്ലിങ്ങൾക്ക് വൻ വിജയമാണ് ഉണ്ടായത് എന്നുള്ളതാണ്. ഹിജ്റ 2-ാം വർഷം റമളാൻ 17-ന് ബദറിൽ വെച്ചിട്ട് അതിനുശേഷം ആ യുദ്ധത്തിന് ശേഷം നബിതങ്ങൾ ഇങ്ങനെ മുശ്രിക്കീങ്ങളിൽ കൊല്ലപ്പെട്ടവരൊക്കെ ആ കിണറ്റിൽ കൊണ്ടുപോയി ഇടുന്നുണ്ട്. അവിടെയുള്ള കിണറുണ്ടല്ലോ, അവിടെ കൊണ്ടുപോയി ഇടുന്നു. എന്നിട്ട് അവരോട് ഇങ്ങനെ പറയുന്നുണ്ട്, ഈ അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്ക് കരാർ ചെയ്ത് എനിക്ക് തന്നു, നിങ്ങൾക്ക് കരാർ ചെയ്ത് നിങ്ങൾക്ക് തന്നോ എന്നിങ്ങനെ നബിതങ്ങൾ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ അവിടെ ഉണ്ടാകണം. അങ്ങനെ ബദർ യുദ്ധത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സഹായത്തോട് കൂടിയിട്ട് വലഖദ് നസറക്കുമുല്ലാഹു ബിബദരിൻ വഅൻതും അദില്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ അള്ളാഹുവിൻ്റെ സഹായത്തോട് കൂടിയിട്ട് മുസ്ലിങ്ങൾക്ക് വൻ വിജയമാണ്. പിന്നെ ഇതിന് ശേഷമാണ് ഉഹദ് യുദ്ധം നടക്കുന്നത്. അതായത് ഇതിന് തൊട്ട് ശേഷമല്ല, അതായത് ബദറിലുള്ള ആ ഒരു പകയും ദേഷ്യവും ഒക്കെ കടിച്ചമർത്തി ഏകദേശം 1 വർഷത്തോളം മുശ്രിക്കീങ്ങൾ ഇങ്ങനെ തങ്ങളുടെ ഉള്ളിൽ കൊണ്ട് നടക്കായിരുന്നു നബിതങ്ങളോടുള്ള ദേഷ്യം. ഇതേ സമയം മറുവശത്ത് മദീനയിലെ നബിതങ്ങൾ ആ ഒരു സമുദായത്തെ കെട്ടിപ്പടുക്കാനുള്ള എല്ലാവിധ ഊർജിതമായിട്ടുള്ള ശ്രമങ്ങൾ അങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഉഹദ് യുദ്ധം ഹിജ്റ 3-ാം വർഷം ഷവ്വാലിൽ ഏകദേശം 1 വർഷം പിന്നിട്ടു. പിന്നെ അടുത്ത മാസം, കഴിഞ്ഞത് റമളാനിലായിരുന്നു, ഇത് ഷവ്വാലിലാണ് ഉഹദ് യുദ്ധം നടക്കുന്നത് എന്നുള്ളതാണ്. ഈ ഉഹദ് യുദ്ധത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഉഹദ് യുദ്ധം മാത്രമേ ഒരു യുദ്ധത്തിൻ്റെ പക അതിൻ്റെ ഒരു ബാക്കി പത്രം എന്നുള്ള നിലക്ക് വരുന്നുള്ളൂ. ബാക്കിയുള്ള യുദ്ധങ്ങളൊക്കെ പല സാഹചര്യങ്ങൾ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഉള്ളതാണ്. അപ്പോൾ ഉഹദ് യുദ്ധത്തിലാണ് ഹിജ്റ 3 ഷവ്വാലിന് നടക്കുന്നത്. അതിൽ ഉഹദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മദീനയിൽ നിന്ന് ഏകദേശം ഒരു 3 കിലോമീറ്റർ മാറിയുള്ള ഒരു ഭൂമികയാണ് ഉഹദ് യുദ്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഉഹദ് ഒരു മലയാണ്, ജബൽ ഉഹദ് എന്ന് പറയും. പല ഹദീസുകളിലും പറയപ്പെട്ടിട്ടുള്ള ഒരു മലനിരയാണ് ഉഹദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ആ ഒരു മലനിരയുടെ അടുത്തുള്ള താഴ്വാരയിലാണ് ഉഹദ് യുദ്ധം നടക്കുന്നത്. ഏകദേശം 3 കിലോമീറ്റർ മാറി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും നബിതങ്ങളുടെ കൂട്ടത്തിൽ ഏകദേശം 1000 ആളുകളും കൊണ്ടാണ് നബിതങ്ങൾ അന്ന് ഉഹദ് യുദ്ധത്തിന് ഇറങ്ങുന്നത്. പക്ഷേ നമ്മൾ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ മദീനയിൽ ചില മുനാഫിക്കീങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതായത് നബിതങ്ങളുടെ ഈ ഒരു വളർച്ച കണ്ടിട്ട് പുറത്ത് ഇസ്ലാം നടിക്കുന്നുണ്ടെങ്കിലും ഉള്ളിൽ നബിതങ്ങളോടുള്ള ശക്തമായിട്ടുള്ള ശത്രുത പുലർത്തിയിരുന്ന കുറേ ആളുകൾ. അപ്പോൾ ഇവരിൽ പെട്ട കുറച്ച് ആളുകൾ പോയിട്ട് അബ്ദുല്ലാഹ് ഇബ്നു ഉബൈ അയാളുടെ നേതൃത്വത്തിൽ ഏകദേശം ഒരു 300 പേര്, 1000-ൽ നിന്ന് 300 പേര് അവിടെ വെച്ച് ഇവരിങ്ങനെ യാത്രാമധ്യേ ഉഹദിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പിരിഞ്ഞു പോയി എന്നുള്ളതാണ്. അതായത് യുദ്ധത്തിനെ പേടിച്ചിട്ടാവാം, അതല്ലെങ്കിൽ നബിതങ്ങളെ നിസ്സഹായനാക്കാനാവാം, അങ്ങനെ പല ലക്ഷ്യങ്ങളും വെച്ചിട്ട് ഇവർ പിരിഞ്ഞു പോയി. അങ്ങനെ നബിതങ്ങൾ അതാഉഹും വഅസാനി, അവർ ഖുറൈശികളെ വഴിപ്പെട്ടിരിക്കുന്നു, എന്നെ അവർ ധിക്കരിച്ചു എന്ന് നബിതങ്ങൾ പറയുന്നത് ഇവരെ പറ്റിയാണ്. അങ്ങനെ ഉഹദിൽ ഏകദേശം 700 പേരടങ്ങുന്ന മുസ്ലിങ്ങൾ ഉഹദ് ഭൂമികയിലേക്ക് വരുന്നു. അതിലൊരു 50 പേരെ നബിതങ്ങൾ നേരെ മലയുടെ മുകളിലേക്ക് ആയിട്ടാണ്, ഉഹദ് മലൻ്റെ മുകളിലേക്ക്. അവരാണ് റുമാത്തുകൾ. ഇവർക്ക് യുദ്ധത്തിൽ വലിയ പങ്കുണ്ട്. റുമാത്തുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്പെയ്ത്തുകാർ എന്നർത്ഥം. അതായത് ഇവരോട് നബിതങ്ങൾ പറഞ്ഞതിന് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പുറത്തുനിന്ന് ഏതെങ്കിലും സൈന്യവ്യൂഹങ്ങൾ വരികയാണെന്നുണ്ടെങ്കിൽ ഞങ്ങളെ തൊട്ട് അവരെ പ്രതിരോധിക്കേണ്ട ഡ്യൂട്ടി അത് ഇവർക്കാണ് കൊടുത്തിരുന്നത്. പിന്നിൽ നിന്ന് ഞങ്ങളെ കുത്താൻ ആരും വരരുത് എന്നുള്ള നിലക്ക് ഉഹദ് യുദ്ധത്തിൻ്റെ പിൻഭാഗത്തിൽ നിന്ന് തങ്ങളെ സഹായിക്കാനും തങ്ങളെയും സഹാബാക്കളെയും സഹായിക്കാനും വേണ്ടിയിട്ട് നബി തങ്ങളെ നിയോഗിച്ചിരുന്നതായിരുന്നു അബ്ദുല്ലാഹി ഇബ്നു ജുബൈർ തങ്ങളുടെ കീഴിലുള്ള ഒരു 50 അംഗ സംഘം. അപ്പോൾ ഈ 50 അംഗ സംഘത്തിനോട് നബി തങ്ങൾ പറഞ്ഞിരുന്നു, ഞങ്ങളുടെ സൈന്യത്തെ പക്ഷികൾ വന്ന് റാഞ്ചുന്നത് കണ്ടാൽ പോലും നിങ്ങൾ ഒരിക്കലും കണ്ടാൽ പോലും നിങ്ങൾ മലയുടെ മുകളിൽ നിന്ന് താഴോട്ട് ഇറങ്ങരുത് എന്ന് നബിതങ്ങൾ പറഞ്ഞിരുന്നു. പിന്നെ അതുപോലെ തന്നെ നബിതങ്ങൾ 2 അങ്കി നബിതങ്ങൾ മേത്തിട്ടു. പിന്നെ അതിന് ശേഷം മുസാബ് ബിൻ ഉമൈർ തങ്ങൾക്ക്, നമ്മൾ നേരത്തെ കഴിഞ്ഞ ബദർ യുദ്ധത്തിലുണ്ടായിരുന്ന പോലെ മുസാബ് ബിൻ ഉമൈർ തങ്ങൾക്ക് ലിവ ഒക്കെ കൊടുത്തു. അങ്ങനെ അന്ന് വലിയ ഒരു യുദ്ധം നടക്കുന്നു. അതിലും ദ്വന്ദ്വയുദ്ധം നടന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ നടന്നിട്ടുണ്ടാവാം, പക്ഷേ അതിൽ ചരിത്രത്തിൽ നിന്നല്ലാതെ രേഖപ്പെടുത്തപ്പെട്ടിട്ടില്ല. ഏതായാലും ഈ ഒരു യുദ്ധത്തിൽ ഹംസ റളിയല്ലാഹുവിനെ പോലുള്ള മുസ്ലിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള പലരും വഫാത്താകുന്നത് ഈ ഒരു യുദ്ധത്തിലാണ്. അതായത് വഹ്ഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അബ്ദാണ്, ഹിന്ദ്, അതായത് അബൂ സുഫിയാൻ്റെ ഭാര്യ ഹിന്ദ്, ജുബൈർ ബിൻ മുത്തഈം എന്ന് പറഞ്ഞ ഒരു ഖുറൈശി പൗരപ്രമുഖൻ്റെ കീഴിലുള്ള ഒരാളാണ് വഹ്ഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഭയങ്കര നല്ല
ഉന്നുള്ള ആളാണ്. അതായത് കുന്തം എറിഞ്ഞ് ആരെയും വീഴ്ത്താൻ തക്കതായ ശേഷിയും കഴിവുമുള്ള, അതിന് സാഴിദ് ഇഷ്തിദാദ് എന്ന് പറയും. അതായത് അതിനുള്ള തോൾ ഉറച്ച ഒരു മനുഷ്യനാണ് വഹ്ഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഒരു കറുത്ത അടിമ. വഹ്ഷിയോട് അവൻ്റെ ഉടമയായിട്ടുള്ള ജുബൈർ ബിൻ മുത്തൈം പറഞ്ഞു, വഹ്ഷി പിന്നീട് മുസ്ലിം ആവുന്നുണ്ട് കേട്ടോ, ഇപ്പോഴല്ല കുറച്ച് കഴിഞ്ഞിട്ട്. ഏതായാലും വഹ്ഷിയോട് ജുബൈർ ബിൻ മുത്തൈം പറഞ്ഞു, നബിതങ്ങളെ കൊല്ലുകയാണെന്നുണ്ടെങ്കിൽ, അല്ല ഹംസയെ കൊല്ലുകയാണ് വധിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഹുറാണ്, അതായത് സ്വതന്ത്രനാണെന്നുള്ള ആൾക്ക് പറഞ്ഞു. ഇത് കണ്ടിട്ട് വഹ്ഷി എന്തായാലും പിന്നിലൂടെ വന്നിട്ട് ഹംസ റളിയല്ലാഹുവിനെ വധിക്കാണ്. ഹംസ റളിയല്ലാഹു ആ യുദ്ധത്തിലാണ് ഷഹീദാകുന്നത്. ഇതിൻ്റെ ഒരു ദേഷ്യം നബിതങ്ങൾക്ക് പിന്നീട് പലപ്പോഴും വഹ്ഷിയോട് ഉണ്ടായിട്ടുണ്ട് എന്ന് ചരിത്രം. ഏതായാലും മുസാബ് ബിൻ ഉമൈർ റളിയല്ലാഹുവും ആ യുദ്ധത്തിലാണ് വഫാത്താവുന്നത്, ഉഹുദ് യുദ്ധത്തിൽ. മുസാബ് ബിൻ ഉമൈർ റളിയല്ലാഹുവിൻ്റെ വഫാത്തായതിനു ശേഷം മുസാബ് ബിൻ ഉമൈർ റളിയല്ലാഹുവിൻ്റെ കഫൻ പുടവ മറക്കണതൊക്കെ ഭയങ്കര വൈകാരികമായിട്ടുള്ളൊരു സീനാണ്. അതൊക്കെ ഇൻഷാ അല്ലാഹ് നമ്മൾ ചർച്ച ചെയ്യും. ഏതായാലും ഈ യുദ്ധത്തിലുള്ള ആകത്തുക എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മുസ്ലിങ്ങൾ ആദ്യം വിജയിച്ചു. പക്ഷേ പിന്നീടുള്ള ചെറിയൊരു പാളിച്ച മൂലം മുസ്ലിങ്ങൾക്ക് വലിയൊരു പരാജയം നേരിടേണ്ടി വന്നു. അതായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മുസ്ലിങ്ങൾ വിജയിച്ചു എന്ന് കണ്ടപ്പോൾ നമ്മളെ റുമാത്തുകൾ, അതായത് അമ്പെയ്ത്തുകാർ മുകളിൽ നിന്നിങ്ങനെ കണ്ടപ്പോൾ യാക്കൗമൽ ഗനീമത്ത് തരി എന്ന് പറഞ്ഞുകൊണ്ട് പലരും ഇറങ്ങി. പക്ഷേ ഇവരുടെ നേതാവായിരുന്ന ജുബൈർ ബിൻ അബ്ദില്ല അവർ പലപ്പോഴും ഓർമ്മിക്കുന്നുണ്ട്. ജുബൈർ ബിൻ അബ്ദില്ല അവരുടെ നേതാവായിരുന്നു, സഹാബി വരൻ. അദ്ദേഹം ഇങ്ങനെ ഓർമ്മിക്കുന്നു, നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഒരിക്കലും ഇറങ്ങരുത് എന്ന്. പക്ഷേ ഇവർ ഇറങ്ങാണ്. അങ്ങനെ ഈ ഒരു സ്ഥലം കാലിയായി എന്ന് കണ്ടതോട് കൂടിയിട്ട് പിന്നിൽ നിന്ന് ഈ ഒരു അവസരം മുതലെടുത്തിട്ട് കുറേശികളിലുള്ള ചില യോദ്ധാക്കൾ വന്നിട്ട് ഇങ്ങോട്ട് മലൻ്റെ പിന്നിൽ നിന്നും ഇങ്ങോട്ട് വന്നിട്ട് പറഞ്ഞു, അലാ ഇന്ന മുഹമ്മദൻ ഖദ് ഖുത്തിൽ, മുഹമ്മദ് മരിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മരിച്ചിട്ടുണ്ട് എന്ന് കേട്ടോട് കൂടിയിട്ട് ഭയങ്കരമായിട്ട് പലർക്കും അത് നെഞ്ചിൽ കൊള്ളുന്നു. പലരും ആകെ ഛിന്നഭിന്നമായി, മുസ്ലിങ്ങൾ ആകെ ഛിന്നഭിന്നമാകുന്നു. അങ്ങനെ എല്ലാം കൊണ്ടും ഒരു മുസ്ലിങ്ങൾക്ക് പ്രതികൂലമായ സാഹചര്യമായി. അതേസമയം നബിതങ്ങൾ മറ്റൊരു ഭാഗത്ത് നബിതങ്ങളുടെ റുബായിയത്ത്, നബിതങ്ങളുടെ മുൻപല്ലിനൊക്കെ പരിക്ക് പറ്റുന്ന കോലത്തിൽ നബിതങ്ങളുടെ തലക്ക് ഒരു പ്രഹരമേൽക്കുന്നു. അങ്ങനെ നബിതങ്ങളുടെ മുഖത്ത് അടിയേൽക്കുന്നു. അങ്ങനെ പല പ്രശ്നങ്ങളൊക്കെ ഇതാവുന്നുണ്ട്. അങ്ങനെ നബിതങ്ങളുടെ ചോര ഏൽക്കുന്നു. അങ്ങനെ പലതും ഉണ്ടാവുന്നുണ്ട്. ഏതായാലും അങ്ങനത്തെ ഒരു പ്രശ്നം അന്ന് മുസ്ലിങ്ങൾ നേരിട്ടോട് കൂടിയിട്ട് ഈ റുമാത്തുകളുടെ, അതായത് അമ്പെയ്ത്തുകാരുടെ ഒരു പാളിച്ചയായിരുന്നു അന്ന് മുസ്ലിങ്ങൾക്കുള്ള പരാജയത്തിന് കാരണം. ഏതായാലും അതിനുശേഷം ഖുറൈശികൾ അതിൽ വിജയിച്ചു പോയി. ഏതായാലും പിന്നെ നബിതങ്ങളെ സഹായിക്കുന്നു. പിന്നെ അതിനുശേഷം യുദ്ധത്തിന് ശേഷം വളരെ വൈകാരികമായ കുറേ സംഭവങ്ങൾ നടക്കുന്നു. നബിതങ്ങളുടെ ആ ഒരു പൊട്ടിയ പല്ല് പറിച്ചെടുക്കുന്ന അബൂബൈദ റളിയല്ലാഹു, നബിതങ്ങളുടെ ചോര ഊറ്റി കുടിക്കുന്ന ഒരു സ്വഹാബിയുണ്ട്. നബിതങ്ങളുടെ ചോര ഊറ്റി കുടിക്കുന്ന മാലിക് ബിൻ സിനാൻ, അതായത് അതിനോടുള്ള ഒരു ഇഹ്തിറാം അവരൊക്കെ വെച്ചിട്ട് അങ്ങനെ അനസ് ബിൻ നളർ എന്ന് പറഞ്ഞ സ്വഹാബി, ഉഹുദിൻ്റെ മുമ്പിൽ ഞാൻ സ്വർഗം മണക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഉഹുദ് യുദ്ധത്തിൽ ഷഹീദാകുന്ന ഒരു സ്വഹാബി വരെയാണ് അനസ് ബിൻ നളർ എന്നൊരു. അംർ ബിൻ ജമൂഹ് എന്ന് പറഞ്ഞ മുടന്തനായിട്ടുള്ള ഒരു വ്യക്തി, അദ്ദേഹം നബിതങ്ങളുടെ അടുത്ത് വന്നിട്ട്, അയാളെ 3 മക്കളുണ്ട്, ഇവരെ യുദ്ധത്തിന് വിടാനാണ് അയാളെ പതിവ്. പക്ഷേ ഉഹുദിൽ വന്ന് ഷഹീദാണെന്ന് ഭയങ്കര താല്പര്യം ഉണ്ടായിരുന്നു. നബിതങ്ങളോട് വന്നിട്ട് നബിതങ്ങളോട് വാശി പിടിക്കാണ്. തങ്ങളുടെ മുമ്പിൽ ഒരു ചെറിയ കുട്ടി പോലെ വാശി പിടിക്കുന്നു. തങ്ങൾ പറഞ്ഞു ഒരിക്കലും വേണ്ട, ഹറജ്, അതായത് മുടന്തുണ്ട്, വേണ്ട എന്നുള്ള നിലക്ക്. പക്ഷേ മക്കളൊക്കെ ഉണ്ടായിട്ട് നബിതങ്ങൾ വേണ്ടെന്ന് പറഞ്ഞിട്ട് നബിതങ്ങൾക്ക് പിന്നെ അദ്ദേഹത്തോടുള്ള ഷഹാദത്തിൻ്റെ ഒരു താല്പര്യമൊക്കെ കണ്ടിട്ട് നബിതങ്ങൾ ആൾക്ക് സമ്മതം കൊടുക്കുന്നു. അങ്ങനെ ഏതായാലും അങ്ങനെ ആ ഒരു യുദ്ധത്തിൽ അദ്ദേഹം അംർ ബിൻ ജമൂഹ് തങ്ങൾ വഫാത്താകുന്നു. പിന്നെ അതുപോലെ തന്നെ ഷഹീദാകുന്നു. പിന്നെ ഇതിനൊക്കെ ശേഷം മുസ്ലിങ്ങൾ അവരുടെ കോട്ടയിലേക്ക് മടങ്ങി വരികയാണ്. അങ്ങനെ എല്ലാവരും വിജയശ്രീലാളിതരായിട്ടല്ലെങ്കിൽ കൂടിയിട്ട് തങ്ങളുടെ ആ ഒരു വിജയത്തിന്, ആ ഒരു പരാജയത്തിനെ വീണ്ടെടുക്കാനുള്ള ശ്രമത്തോട് കൂടിയിട്ട് മുസ്ലിങ്ങൾ ഇങ്ങനെ വരുന്നു. ആയിഷ ബീവിയും അങ്ങനെ ഇവരിൽ വലഞ്ഞു പോയിട്ടുള്ള ക്ഷീണിതരായിട്ടുള്ള ആളുകൾക്ക് വെള്ളം കൊടുക്കുന്നു. അങ്ങനെ പലരും ഇങ്ങനെയൊക്കെ ഉണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കൊന്നും പറ്റിയിട്ടില്ലല്ലോ എന്ന് കേട്ടപ്പോൾ എല്ലാം വേറെ ഒരു പ്രശ്നവും എന്നൊക്കെ പറഞ്ഞു. അതായത് ഇമ്രഅത്തും മിൻ ബനി ദീനാർ, അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്. ബനി ദീനാർ ഗോത്രത്തിൽപ്പെട്ട ഒരു സ്ത്രീ, അവരോട് പറയേണ്ട അവരുടെ ഭർത്താവ്, അവരുടെ സഹോദരൻ, അവരുടെ പിതാവ്, ഇവർക്കൊക്കെ ആ യുദ്ധത്തിൽ പരിക്കേൽക്കുന്നുണ്ട്. അവരൊക്കെ വഫാത്തായി എന്ന് സ്വഹാബാക്കൾ വന്നിട്ട് അറിയിക്കുമ്പോൾ ഇവർ ചോദിക്കുന്നുണ്ട്, നബിതങ്ങൾക്ക് എന്തെങ്കിലും പറ്റിയോ?
ഇപ്പം ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ കുല്ലു മുസീബത്തിൻ ബഅദക ജലൽ, സ്നേഹത്തിൻ്റെ അനുരാഗത്തിൻ്റെ വലിയൊരു വാക്യമാണ് കുല്ലു മുസീബത്തിൻ ബഅദക ജലൽ, നിങ്ങൾക്ക് ശേഷം എല്ലാ മുസീബത്തും ചെറുതാണെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ എല്ലാവരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സഹായിക്കുന്നു. നബി തങ്ങളോടുള്ള ഒരു സ്നേഹം, തങ്ങളുടെ ശരീരത്തിനേക്കാൾ നബിതങ്ങളോടുള്ള പ്രേമം കാണിക്കുന്നു. ഈ ഒരു സമയത്താണ് നബിതങ്ങൾ കുറച്ച് ആളുകളെ പുറത്തേക്ക് പലതും പഠിപ്പിക്കാൻ, എഴുത്തും വായനയും പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് വിടുന്നതൊക്കെ ഈ ഒരു സമയത്താണ് കേട്ടോ. സൂചിപ്പിച്ച് പോവാണ്. അത് ഹുബൈബ് റളിയല്ലാഹു പോലുള്ള പലരും ചതിയാൽ വധിക്കപ്പെടുന്നതൊക്കെ ഈ ഒരു ഇതിലാണ്. പിന്നെ അതുപോലെ തന്നെ ബിർ മഅൂനത്ത് അന്ന് മുസ്ലിങ്ങളുടെ ഭാഗത്തേക്ക് കിട്ടുന്നതും, പിന്നെ അതുപോലെ തന്നെ അതായത് ആമിർ ബിൻ മാലിക് എന്ന് പറഞ്ഞ ഒരാൾ, അദ്ദേഹത്തെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കാൻ പോയതായിരുന്നു. അങ്ങനെ ബിർ മഅൂനത്തിലേക്ക് അവരെത്തുന്നു. അങ്ങനെ അവിടെയുള്ള അസിയ, റൗലി, ദക്വാൻ എന്ന് പറഞ്ഞ കുറേ ഗോത്രങ്ങൾ അവിടുന്ന് ഒരുമിച്ച് കൂടുന്നു. ഏതായാലും ഇവരെയൊക്കെ വെച്ചിട്ട് ഇവരിൽ ഈ 70 ആളുകളെയും ബിർ മഅൂനത്തിൻ്റെ അവിടെ വെച്ചിട്ട് വധിക്കപ്പെടുന്നു. അതാണ് അവിടുത്തെ സംഭവം. ബിർ മഅൂനത്ത് സ്വതക്ക കൊടുത്തതല്ല, ബിർ മഅൂനത്തിന് ഇവർ വധിക്കപ്പെടുന്നു. അതായത് കഅബ് ബിൻ സയ്യിദ് എന്ന് പറഞ്ഞ ഒരു സ്വഹാബി വെച്ചുള്ള ബാക്കിയുള്ള 70 പേരിൽ പലരും വധിക്കപ്പെടുന്നു. അങ്ങനെ പലരും വധിക്കപ്പെടുകയും ഇസ്ലാമിന് പലതരത്തിലുള്ള ആഘാതങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്ത ഒരു ഇതായിരുന്നു ഹിജ്റ 3-ാം വർഷം ഷവ്വാലിൽ നടക്കുന്ന ഉഹുദ് യുദ്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ ഉഹുദ് യുദ്ധത്തിൽ ഇങ്ങനൊരു സംഭവം പാടി നടക്കുന്നുണ്ട്. ഒരു കൊല്ലപ്പെട്ട ആളുടെ ഒരു വാക്ക്, അതുമൂലം കൊന്ന ആൾ ഇസ്ലാം സ്വീകരിക്കുന്നത്. അതായത് ഹറാം ബിൻ മിൽഹാൻ എന്ന് പറഞ്ഞ സ്വഹാബി, അയാളെ ജബ്ബാർ ബിൻ സൽമാൻ എന്ന് പറഞ്ഞ ഒരു വ്യക്തിയാണ് വധിക്കുന്നത്. ഏതായാലും ഹറാം പറഞ്ഞൊരു വാക്കായിരുന്നു. അയാൾ മരിക്കാൻ സമയത്ത് ഇന്ന ഇസ്ലാമിലേക്ക് ഈ ജബ്ബാർ എന്ന് പറഞ്ഞ ഈ വധിക്കുന്ന ഘാതകന് പറയുന്നുണ്ട്, ഇന്ന ഇസ്ലാമിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഹറാം ബിൻ മിൽഹാൻ എന്ന് പറഞ്ഞ ആളെ വധിക്കണ സമയത്ത് ഞാൻ അയാളെ കുന്തമുന ഈ ഹറാമിൻ്റെ ഹൃദയത്തിലൂടെ അങ്ങനെ ഇറങ്ങിത്തിരിക്കുമ്പോൾ ആ ഹറാം ബിൻ മിൽഹാൻ പറയുന്നുണ്ട്, ഫുസ്തു റബ്ബിൽ കഅബ, കഅബയുടെ റബ്ബാണ് സത്യം, ഞാൻ വിജയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ എന്തായാലും അപ്പോൾ ഈ ജബ്ബാർ എന്ന് പറഞ്ഞ ഘാതകൻ ഇങ്ങനെ പറയാട്ടോ, അന്ന് അയാൾ അങ്ങനെ പറഞ്ഞു. ഞാൻ ഇങ്ങനെ ആലോചിച്ചു, ഞാനല്ലേ ഇയാളെ വധിച്ചത്, ഇയാളെങ്ങനെ വിജയിച്ചു? അങ്ങനെ അതിൻ്റെ കാരണം ചോദിച്ചപ്പോൾ മറ്റു പല സ്വഹാബാക്കളോട് ഞാൻ കാരണം ചോദിച്ചപ്പോൾ ഷഹാദത്ത് കൊണ്ട് വിജയിച്ചു എന്നാണ് ഹറാം ബിൻ മിൽഹാൻ തങ്ങൾ ഉദ്ദേശിച്ചിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അങ്ങനെ അതിൻ്റെ മനസ്സിൽ വലിയ സ്വാധീനം ചെലുത്തി. അങ്ങനെയാണ് അന്ന് എന്തായാലും മുസ്ലിങ്ങൾക്ക് അങ്ങനെ പരാജയം നേരിടേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ കൂടി ഇങ്ങനത്തെ ചില സംഭവങ്ങളും കൂടി ആ ഒരു ഉഹുദ് യുദ്ധത്തിൽ സംഭവിച്ചു എന്നുള്ളതാണ്. ഇതാണ് ഉഹുദ് യുദ്ധത്തിൻ്റെ ഒരു സംക്ഷിപ്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ.